ഈത്തയിൽ നിന്നും സഹോദരിയെ നേടിയെടുത്ത അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴത്തൂര് മുമ്പിലാണെങ്കിൽ റീത്തയാണെങ്കിൽ നമ്മുടെ അലീനയുടെ സഹോദരിയെ സ്റ്റാലിൻ്റെ മകളെ കൊണ്ടുപോവാനായിട്ട് വന്ന വഴി തന്നെ തിരികെ പോവാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹോദരി അടുക്കുന്നത് കൊണ്ട് തന്നെ താൻ വരുന്നില്ല എന്ന് പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ദേ മോളെ, ആവശ്യമില്ലാതെ വാശി പിടിക്കല്ലേ, മര്യാദയ്ക്ക് വരാനായിട്ട് നോക്ക് എന്ന് റീത്ത പറയുമ്പോൾ, എന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന് കാണാം. ഇതേ സമയം അലീന പറയുന്നുണ്ട്, അവൾ 2-3 ദിവസം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് അവളെ കൊണ്ടുപോയാൽ പോരെ എന്ന് പറയുമ്പോൾ, നിൻ്റെ വൃത്തികെട്ട പപ്പയുടെ അടുത്തും നിന്നെപ്പോലെ വൃത്തിയില്ലാത്തവളുടെ അടുത്തൊന്നും എൻ്റെ കൊച്ചിനെ നിർത്താനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ, അതിന് നിങ്ങളുടെ കൊച്ചൊന്നും അല്ലല്ലോ ഇത്, എൻ്റെ പപ്പയുടെയും കൂടി മോളല്ലേ ഇത്. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പയുടെ മോള് ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്? തൻ്റെ സഹോദരി തൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതൊന്നും ശരിയാകില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എന്നും ഞാൻ പപ്പയോട് അനുവാദം ചോദിച്ചോളാം എന്നും പറയുന്നു. പപ്പ, അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരു കൂട്ടായിട്ട്. വല്യപ്പച്ചൻ പോയപ്പോൾ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അവിടെ നിർത്തിക്കൊള്ളാനായിട്ട് പറയാണ്. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ റീത്തയാണെങ്കിൽ സ്റ്റാലിൻ്റെ തലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിനോട്, നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ എൻ്റെ പെങ്ങളുടെ തലയിലാണ് വന്ന് വീഴുന്നത്, ഈ അപമാനമൊക്കെ എൻ്റെ പെങ്ങൾ എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. അവൾക്ക് സഹിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ അവളോട് തന്നെ ഉപേക്ഷിച്ചോളാനായിട്ട് പറഞ്ഞേക്ക് റീത്താമ്മേ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് സ്റ്റാലി തുറന്ന് പറയുമ്പോൾ, ഇതെങ്ങനെ സ്റ്റാലി നിനക്ക് ഇത്ര സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതിൽ കൂടുതൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. എനിക്ക് ഇതൊക്കെ ഇപ്പോൾ പറയാനായിട്ട് കഴിയുകയുള്ളൂ. എന്തായാലും എൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതത്തിന് ഞാൻ ഒരുക്കമല്ല, തയ്യാറല്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നിൻ്റെ മകളോ ബാക്കിയുള്ള മക്കളെയൊന്നും നിനക്കിപ്പോൾ ആവശ്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവരും എൻ്റെ മക്കളാണ്, ഇപ്പോൾ എനിക്ക് മക്കൾ 3 അല്ല 4 എന്ന് സ്റ്റാലി പറയുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അലീനയും നമ്മുടെ പെങ്ങളുകുട്ടിയും കൂടി നല്ല രീതിയിൽ കമ്പനിയാകുന്നുണ്ടെന്ന് കാണാം. പെങ്ങളാണെങ്കിൽ അവരുടെ സംസാരം കേട്ട് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങിപ്പോയി നിന്ന് സംസാരിക്കുന്നത് കേൾക്കാതെ ഇവിടെ ആരോ ഉള്ളതെന്നൊക്കെ അന്വേഷിച്ച് ഓരോ മുറികളിലൊക്കെ പോകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ അലീനയുടെ മുൻപിൽ എത്തുന്നുണ്ട്. അങ്ങനെ കാര്യസ്ഥനിൽ നിന്നും ഇത് തൻ്റെ സഹോദരിയാണെന്ന് അലീന ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുന്നുണ്ടെങ്കിലും അധികമൊന്നും അടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സഹോദരി തിരികെ പോവുകയും അലീന മുറിയിലിരിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയം റീത്തയാണെങ്കിൽ കലി തുള്ളി വരികയാണ്. അതായത് ഇന്ന് തന്നെ അവളെ പറപ്പിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ റീത്ത എത്തുന്നതിന് മുമ്പ് തന്നെ അലീനയെ കണ്ട ഒരാളുണ്ടല്ലോ, അത് നമ്മുടെ പെങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെങ്ങൾ തന്നെ വാതിൽ തുറന്ന് അലീനയെ വിളിക്കുകയാണ്. ഇതേ സമയം ആരാണ്, എന്താണ്, പേരെന്താണ് എന്നൊക്കെ അലീന ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. തുടർന്ന് സഹോദരിയാണെങ്കിൽ എല്ലാം വ്യക്തമായി പറയുന്നതും താൻ ഇവിടുത്തെ കുട്ടിയാണെന്നും ഇവിടുത്തെ പപ്പയുടെ മോളാണെന്നു കൂടി പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് കേട്ടതും
അലീന ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതായത് തൻ്റെ സഹോദരി തന്നെ കാണാനായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണോ എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ റീതാമ്മ നമ്മുടെ പെങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, അതെ, നിന്നെ ഇവളെ കാണിക്കാൻ വന്നതൊന്നുമല്ല, നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതിത്തിരി പാടുപെടുമല്ലോ, എൻ്റെ പപ്പ പറയാതെ ഞാൻ എങ്ങടും പോകില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. എവിടേക്കെങ്കിലും ഞാൻ നീങ്ങണമെങ്കിൽ അതിനും എൻ്റെ പപ്പ തന്നെ പറയണം. ഈ വീട് വിട്ട് പോകണമെന്ന് ഒക്കെ ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പപ്പയിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുത്താനുണ്ട്. തീർച്ചയായും അത് മാറ്റിയിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാ, പണം തട്ടാൻ വന്നവരല്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് വേണമല്ലോ. ഇവളെപ്പോലുള്ള പഠിച്ച കള്ളിമാർ ഓരോന്നൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. എൻ്റെ പപ്പ എന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുവന്നത്. ഞാൻ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല എന്നോക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ വേണമെന്നൊന്നും. എനിക്കെൻ്റെ പപ്പയെ മാത്രം മതിയെന്ന് നമ്മുടെ അലീന പറയുമ്പോൾ, പപ്പ ഇവൻ അതിന് മാത്രം എന്ത് ഗുണമാണുള്ളത് എന്ന് റീത്ത ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഗുണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു പപ്പയുടെ വില നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല ആളുള്ളതുകൊണ്ട്, പക്ഷേ മനസ്സിലാകും വൈകാതെ തന്നെ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സഹോദരിയാണെങ്കിൽ അലീനയെ വിടാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. നീ അവളെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ, ഇവളൊക്കെ ഇവിടുന്ന് പോവും, നീ മര്യാദയ്ക്ക് വാ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ചേച്ചിയെ വിട്ട് എങ്ങും വരില്ല എന്ന് പറയുമ്പോൾ, പപ്പ ഇവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് അലീന പറയുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ റീത്തയാണെങ്കിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാൻലി തടയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അവൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പയ്യെ അവിടേക്ക് വന്നോളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാവുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അങ്ങനെ ചേച്ചിയെ റീത്തയുടെ മുൻപിൽ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ സഹോദരി. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ റീത്തയ്ക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻ വരുന്നില്ല എന്ന് ഉത്തരം പറയുകയാണ് സഹോദരി. അതോടെ റീത്ത ഒറ്റയ്ക്ക് തിരികെ മടങ്ങുകയാണെന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.